നമ്മുടെ രാജ്യത്ത് ജി എസ് ടിയിൽ വലിയ പരിഷ്കാരങ്ങൾ ഇപ്പോൾ വരുത്തിയിരിക്കുകയാണ്. പുതിയ മാറ്റങ്ങൾ ഈ മാസം 22-ാം തീയതി മുതൽ നിലവിൽ വരും. അത് 2017 ജൂലൈ മുതൽ നടപ്പിലാക്കിയ ജി എസ് ടി അന്ന് ഏകദേശം 5%, 12%, 18%, 28% ടാക്സ് സ്ലാബുകളായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ അത് മാറ്റിയിട്ട് ഇപ്പോൾ 5%, 18% സ്ലാബുകളായിട്ട് കുറച്ചിട്ടുണ്ട്. 12%, 22% സ്ലാബുകൾ പിൻവലിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ രാജ്യം അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ അതിലും ഉപരിയായിട്ട് എല്ലാ കാലവും എല്ലാ സമയത്തും നമ്മളുടെ ജനങ്ങൾ ഇന്ത്യയിൽ നിലനിൽക്കുന്ന ടാക്സ് എപ്പോഴും വളരെ കൂടുതലാണ്. നമുക്കറിയാം, നികുതിയുടെ ഒരു അവസ്ഥ കാരണം ജനങ്ങളുടെ ജീവിതത്തിന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒത്തിരി പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാറുണ്ട്. എന്നാൽ ഗവൺമെൻറ് ഇക്കാര്യത്തിലൊന്നും കാര്യമായിട്ടുള്ള ഒരു പരിഷ്കാരങ്ങളോ മാറ്റങ്ങളോ അല്ലെങ്കിൽ ജനജീവിതത്തെ കൂടുതൽ എന്താണ് പറയുന്നത് പ്രയാസകരമല്ലാക്കി തീർക്കുവാനുള്ള രീതിയിലുള്ള ഒരു ടാക്സേഷൻ സംവിധാനങ്ങളോ അല്ലെങ്കിൽ സ്ട്രക്ചറോ സ്ലാബുകളോ റേറ്റുകളോ ഒന്നും തന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യാറില്ല. നമുക്കറിയാം, ജി എസ് ടി വരുന്നതിന് മുമ്പ് തന്നെ ഇന്ത്യയിൽ നിലനിന്നിരുന്ന ഇൻഡയറക്റ്റ് ടാക്സിൻ്റെ കാര്യമാണ് പറയുന്നത്. ഡയറക്റ്റ് ടാക്സ്, ഇൻകം ടാക്സ് പോലുള്ള ഡയറക്റ്റ് ടാക്സുകൾ ഒരു വശത്തുണ്ട്, അതെല്ലാവരും ബാധിക്കുന്നില്ല. പക്ഷേ ഇൻഡയറക്റ്റ് ടാക്സ് നമുക്കറിയാം, എല്ലാവരും ടാക്സ് കൊടുത്തേ മതിയാകൂ. നമ്മൾ ഏത് ഉൽപ്പന്നങ്ങളും സേവനങ്ങളും മേടിച്ചു കഴിഞ്ഞാൽ തന്നെയും ഒട്ടുമിക്ക എല്ലാ ഉൽപ്പന്നങ്ങളുടെയും സേവനങ്ങളുടെയും മേലെ നികുതിയുണ്ട്. അപ്പോൾ അത് സാധാരണ ജനങ്ങൾ എന്ന് പറയുന്ന ഒട്ടുമിക്ക ബഹുഭൂരിഷം വരുന്ന ജനങ്ങളുടെ ജീവിതത്തെ വളരെ സാരമായി ബാധിക്കുന്ന, അല്ലെ പ്രതികൂലമായി തന്നെ ബാധിക്കുന്ന ഒരു കാര്യമാണ്. എന്നിരുന്നാൽ തന്നെയും ഇപ്പോൾ ഈ ജി എസ് ടിക്കകത്തിൽ, ഇൻഡയറക്റ്റ് ടാക്സിനകത്തിൽ ഒരു പരിഷ്കാരം അല്ലെങ്കിൽ റിഫോം ഗവൺമെൻറ് നടത്തിയിട്ടുണ്ട്. അപ്പോൾ ഇത് സാധാരണക്കാരുടെ കുടുംബ ബജറ്റിൽ നിർണായകമായിട്ടുള്ള സ്വാധീനമാണ്. എന്താ പറഞ്ഞാൽ, ടാക്സ് കുറയുമ്പോൾ തീർച്ചയായിട്ടും അവരുടെ പർച്ചേസിംഗ് പവർ കൂടുകയും അല്ലെങ്കിൽ അവർക്ക് സേവ് ചെയ്യാനുള്ള എമൗണ്ട് അവരുടെ കൈകളിൽ ഉണ്ടാവുകയൊക്കെ ചെയ്യുമെന്നുള്ളൊരു ചിന്ത, സങ്കല്പമുണ്ട്. തീർച്ചയായിട്ടും അവശ്യ സാധനങ്ങളുടെ വിലയിൽ കുറവുണ്ടാകും. അപ്പോൾ അതുകൊണ്ട് സാധാരണക്കാർക്കും സാധാരണ ജനങ്ങൾക്കും എല്ലാം തന്നെ ഒരു ആശ്വാസകരമായിട്ടുള്ള ഒരു അവസ്ഥാവിശേഷം ഉണ്ടാക്കും എന്നാണ് പ്രതീക്ഷ. അപ്പോൾ അത് അവരുടെ ജീവിതത്തെ കൂടുതൽ എന്താണ് പറയുന്നത് ഈ കോസ്റ്റ് ഓഫ് ലിവിങ് നമുക്കില്ലേ, ടാക്സേഷൻ മുഖാന്തരം ഉണ്ടാകുന്ന ഒരു ഹയർ കോസ്റ്റ് ഓഫ് ലിവിങ് എല്ലാ രീതിയിലും. കാരണം നമ്മൾ മേടിക്കുന്ന ഉൽപ്പന്നങ്ങളുടെയും സേവനങ്ങളുടെയൊക്കെ ഈ വില നിശ്ചയിക്കപ്പെടുന്നത് അതിൻ്റെ ടാക്സിനെ കൂടെ അടിസ്ഥാനപ്പെടുത്തിയാണല്ലോ. അപ്പോൾ കൂടുതൽ ടാക്സ് തീർച്ചയായിട്ടും കൊടുക്കേണ്ടി വരുമ്പോൾ കൂടുതൽ ഉൽപ്പന്നങ്ങൾക്ക് കൂടുതൽ വില ഈടാക്കപ്പെടും എന്നുള്ളൊരു വസ്തുത നിലനിൽക്കുന്നുണ്ട്. അത് വാങ്ങിക്കുന്ന ജനങ്ങൾക്ക്, സാധാരണ ജനങ്ങൾക്ക് അത് അഫോർഡ് ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടായിരിക്കും. പക്ഷേ എന്നാലും അവശ്യ സാധനങ്ങൾ എന്നൊരു കാര്യമായതുകൊണ്ട് ജനങ്ങൾക്ക് അതിനെ ഉപേക്ഷിക്കാൻ കഴിയില്ല. അപ്പോൾ അവരുടെ വരുമാനത്തിലുമൊക്കെ കാര്യമായിട്ടുള്ള കുറവുകളും ഇടിവുകളും ഒക്കെ ഉണ്ടാകുകയും അവർക്ക് സേവ് ചെയ്യാനുള്ള എമൗണ്ടിലൊക്കെ ലഭ്യമല്ലാതെ വരികയൊക്കെ ചെയ്യുന്നൊരു കാഴ്ച നമ്മൾ ഇന്ത്യയിൽ ദീർഘകാലമായിട്ട് നമ്മൾ കണ്ടുവരുന്നതാണ്. ഇപ്പോൾ ഈ രാജ്യത്തെ ജി എസ് ടിയിലുണ്ടായ പരിഷ്കാരങ്ങൾ, ഈ പരിഷ്കാരങ്ങളെന്നല്ല, നിലവിലുണ്ടായിരുന്ന 5 സ്ലാബുകൾ, 4 സ്ലാബുകൾ, പ്രത്യേകിച്ച് 5%, 18, 5, 12, 18, 28% സ്ലാബുകളിൽ നിന്ന് 2 സ്ലാബുകളിലേക്ക് അത് ഉം, ഒരു മാറ്റം വരുത്തിയിട്ടുണ്ട്. 5ഉം 18ഉമാണ് ഇനിയിപ്പോൾ നിലവിലുള്ളത്. 12%, 23% എടുത്ത് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇത് ജി എസ് ടിയുടെ ഏറ്റവും ടോപ്പ് ബോഡിയായിട്ടുള്ള ജി എസ് ടി കൗൺസിൽ അവരുടെ യോഗത്തിലാണ് ഈ നിർണായക തീരുമാനങ്ങൾ. ജി എസ് ടി കൗൺസിൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫൈനാൻസ് മിനിസ്ട്രി, കേന്ദ്ര ഫൈനാൻസ് മിനിസ്ട്രി, ഫൈനാൻസ് മിനിസ്റ്ററുടെ നേതൃത്വത്തിൽ ഇന്ത്യയിലെ സംസ്ഥാനങ്ങളിലെ യൂണിയൻ ടെറിട്ടറീസിലെ എല്ലാം ഫൈനാൻസ് മിനിസ്റ്റേഴ്സ് ഉൾപ്പെടുന്ന ഒരു കമ്മിറ്റിയാണ്, കൗൺസിലാണത്. അപ്പം അതിൽ തീർച്ചയായിട്ടും എല്ലാ സംസ്ഥാനങ്ങളുടെയും ആശങ്കകളും ഒക്കെ തന്നെ പരിഗണിച്ചുകൊണ്ട് എല്ലാത്തിലും കൂടുതലായിട്ട് എല്ലാം പരിഗണിക്കാൻ സാധ്യമാകുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാം പരിഗണിക്കാൻ സാധ്യമാകത്തില്ല. പക്ഷേ അത് പിന്നീടുള്ള ചർച്ചകളിൽ കൂടെയും അല്ലെങ്കിൽ പിന്നീടുള്ള സമവായങ്ങളിൽ കൂടെ ഒക്കെ തന്നെ ഒത്തിരി ആശങ്കകളും അല്ലെങ്കിൽ അവരുടെ ഡിസഗ്രിമെൻ്റും ഒക്കെ തന്നെ മാറ്റിയെടുക്കാൻ സാധിക്കത്തുള്ളൂ. അപ്പോൾ ഇത് പല സംസ്ഥാന സർക്കാരുകൾക്കും അവരുടെ വരുമാനം, ഇപ്പോൾ നിലവിലുള്ള വരുമാനം കുറയുമോ എന്നൊക്കെ തന്നെ ഭയവും ആശങ്കയൊക്കെ തന്നെ ഉണ്ടായിരുന്നു. അത് ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ടില്ലെന്ന് പറയുന്നില്ല. കാരണം ടാക്സ് വെട്ടിക്കുറക്കുമ്പോൾ വരുമാനത്തിൽ കുറവുണ്ടാകാനുള്ള സാധ്യത ഉണ്ടാകും. 12%, 20% സ്ലാബുകൾ പിൻവലിച്ചിട്ടുണ്ട്. ആഡംബര ഉൽപ്പന്നങ്ങൾക്ക് മേലെ 40% ഒരു പുതിയ ടാക്സ് റേറ്റ് കൂടെ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിലവിൽ ഇനിയും 5%, 18%, അത് കഴിഞ്ഞ് 40%. ആ 40% എന്ന് പറയുമ്പോൾ ആഡംബര ഉൽപ്പന്നങ്ങളുടെ മുകളിൽ മാത്രമല്ല, സാധാരണക്കാരനെ ബാധിക്കുന്ന വിഷയമല്ല. കാരണം സാധാരണക്കാർ ആഡംബര ഉൽപ്പന്നങ്ങളുടെ ഉപഭോഗത്തിൽ ഇല്ലേ, അവർ അത്
അതിൻ്റെ ഒരു കൺസംഷൻ സാധാരണക്കാരനെ സംബന്ധിച്ചത് സാധ്യമല്ലാത്തതുകൊണ്ട് ഈ 40% സാധാരണക്കാർക്ക് ബാധകമല്ല എന്നുള്ളൊരു വസ്തുതയുണ്ട്. സാധാരണക്കാരുടെയും ഇടത്തരക്കാരുടെയും ഈ ക്രയവിക്രയ ശേഷി അല്ലെങ്കിൽ പർച്ചേസിംഗ് പവർ വർദ്ധിപ്പിക്കുക, പ്രത്യേകിച്ച് നമ്മുടെ കേന്ദ്ര ഗവൺമെന്റ് ഇങ്ങനൊരു തീരുമാനത്തിലേക്ക് പെട്ടെന്ന് വന്നെത്തിയതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ആഗോള സമ്പദ് വ്യവസ്ഥയിൽ നമ്മൾ നേരിടുന്ന പ്രശ്നങ്ങളുണ്ട് തീർച്ചയായിട്ടും. അതെ, അമേരിക്കയുടെ ടാരിഫ് ഒക്കെ വന്നതിന് ശേഷം നമ്മൾ നേരിടുന്ന വലിയ ബുദ്ധിമുട്ടുകൾ, കാരണം നമ്മളുടെ നല്ലൊരു മാർക്കറ്റായിട്ടുള്ള അമേരിക്ക ടാരിഫിന്റെ വർധനവ് കാരണം നമുക്ക് നഷ്ടപ്പെടുമ്പോൾ തീർച്ചയായിട്ടും അതുണ്ടാക്കി വെക്കുന്ന പ്രത്യാഘാതങ്ങളെ നമുക്ക് അതിജീവിക്കുക എന്നുള്ളത് വളരെ അത്യാവശ്യമുണ്ട്. അപ്പം അത് ആഭ്യന്തരമായിട്ടുള്ള പൊതുവെ ഇന്ത്യ, പൊതുവെ ഇപ്പം ചൈനയെ പോലെ അല്ലെങ്കിൽ ജപ്പാൻ, കൊറിയ അല്ലെങ്കിൽ ഈസ്റ്റ് ഏഷ്യൻ രാജ്യങ്ങളെ പോലൊക്കെ തന്നെ ഒരു എക്സ്പോർട്ട് ഓറിയന്റഡ് ഉള്ള എക്കോണമി അല്ല. നമ്മളെ ഡൊമസ്റ്റിക് കൺസംഷനെ ബേസ് ചെയ്ത് റൺ ചെയ്യുന്ന ഒരു എക്കോണമിയാണ്. അപ്പോൾ തീർച്ചയായിട്ടും ആഭ്യന്തര സമ്പദ് വ്യവസ്ഥയെ കൂടുതൽ ഉത്തേജിപ്പിക്കുക അല്ലെങ്കിൽ അതിന് കൂടുതൽ ഉണർവ് നൽകുക എന്നുള്ളതാണ് എപ്പോഴും കാലാകാലങ്ങളായിട്ട് നമ്മളുടെ ഗവൺമെൻറ്റുകളെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം അതിനെ ഒരു ഉണർവുണ്ടാകണമെങ്കിൽ തീർച്ചയായിട്ടും ഇവിടെയുള്ള ജനങ്ങളുടെ ക്രയവിക്രയശേഷിയെ വർദ്ധിപ്പിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇപ്പം ക്രയവിക്രയശേഷിയെ, പർച്ചേസിംഗ് പവറിനെ അതിനകത്തൊരു വർധനം ഉണ്ടാകണമെങ്കിൽ തീർച്ചയായിട്ടും ജനങ്ങളുടെ കയ്യിൽ പൈസ ഉണ്ടാകണം. പൈസ ഉണ്ടാകണമെങ്കിൽ ഈ പറഞ്ഞ ടാക്സിനകത്തിൽ ഒരു കുറവ് ജനങ്ങൾക്ക് അനുഭവപ്പെട്ടാൽ മാത്രമേ തീർച്ചയായിട്ടും അവർക്ക് അവരുടെ ക്രയവിക്രയശേഷി വർദ്ധിപ്പിക്കുകയും അതുപോലെ തന്നെ വാങ്ങൽ ശേഷി അല്ലെങ്കിൽ ക്രയവിക്രയശേഷി, പർച്ചേസിംഗ് പവർ എന്നുവെച്ചാൽ പഴയതിലും കൂടുതൽ പൈസ നമ്മുടെ കയ്യിൽ നമുക്ക് സ്പെൻഡ് ചെയ്യാനും ഒക്കെ തന്നെ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ സേവ് ചെയ്യാനും സ്പെൻഡ് ചെയ്യാനും ഒക്കെ ഉണ്ടെങ്കിൽ തന്നെ മാത്രമേ അത് ആഭ്യന്തര നമ്മുടെ ഡൊമസ്റ്റിക് എക്കോണമിക്ക് അതൊരു ഉണർവ് അല്ലെങ്കിൽ ഉത്തേജനം നൽകത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പോൾ പ്രത്യേകിച്ച് ഒരു എന്താ പറയുന്നത്, ഒരു സ്പീഡി ബേസിസിൽ പെട്ടെന്ന് എന്നുള്ളൊരു തീരുമാനം എന്ന് നമുക്ക് തോന്നുന്ന രീതിയിൽ കേന്ദ്ര ഗവൺമെൻറ് ഈ ഒരു പരിഷ്കാരത്തിന് അല്ലെങ്കിൽ റിഫോമിന് തയ്യാറായത്, ഈ നികുതി ഘടനയിലൊക്കെ മാറ്റം വരുത്തിയത് ഇപ്പോൾ അതുകൊണ്ടാണ് തീർച്ചയായിട്ടും. ഇപ്പോൾ ലൈഫ്, ഹെൽത്ത് ഇൻഷുറൻസ് ഇതിനെയൊക്കെ GSTയിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ടെന്നാണ് നമുക്കറിയാൻ സാധിക്കുന്നത്. അതുകൊണ്ട് ഈ മേഖലകളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ കൂടുതൽ, അവരുടെ വളർച്ചകളെ കൂടുതൽ ത്വരിതഗതിയിലാക്കാൻ സാധിക്കും. അപ്പോൾ കൂടുതൽ ജനങ്ങളിലേക്ക് ഇൻഷുറൻസ് സേവനങ്ങൾ എത്തിക്കുവാനും അതുവഴി സാധിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. സെപ്റ്റംബർ 22 മുതലാണ് ഈ പുതിയ പരിഷ്കാരങ്ങൾ നിലവിൽ വരുന്നത് അല്ലെങ്കിൽ പ്രാബല്യത്തിൽ വരുന്നത്. നിത്യോപയോഗ സാധനങ്ങളുടെ വില കുറയുമെന്നുള്ളൊരു പ്രതീക്ഷയുണ്ട്. അപ്പോൾ US-ന്റെ ഭാഗത്തു നിന്നുള്ള ഈ ഡബിൾ ടാരിഫ്, അതായത് 50% ടാരിഫ് ഇപ്പോൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ട്രംപ് കൂടുതൽ ടാരിഫ് ഏർപ്പെടുത്തുന്നുള്ള ഭീഷണികൾ മുഴക്കുന്നുണ്ട്. കാരണം നമ്മൾ ഇന്ത്യയുമായിട്ട് പിന്നെ എന്നുവെച്ചാൽ അമേരിക്ക പറയുന്ന ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഇന്ത്യ മുന്നോട്ട് പോയില്ലെങ്കിൽ, പ്രത്യേകിച്ച് ട്രേഡ് ടോക്സിലും നമ്മളുടെ മാർക്കറ്റ് വിപണി അവർക്ക് തുറന്നു കൊടുക്കുന്നതിലൊക്കെ ഇന്ത്യ വിമുഖത കാട്ടുകയോ അല്ലെങ്കിൽ കൂടുതൽ കർക്കശമായിട്ടുള്ള നിലപാടുകൾ സ്വീകരിക്കുന്നത് തുടരുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ട്രംപിൻ്റെ ഭാഗത്തുനിന്ന് കൂടുതൽ ടാരിഫ് ഉണ്ടാകാനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാനും കഴിയില്ല. റഷ്യയിൽ നിന്ന് ഓയിൽ വാങ്ങിക്കുന്നു എന്നുള്ള പേരിലാണ് നമുക്കിത് ടാരിഫ് ഏർപ്പെടുത്തിയെങ്കിലും അതല്ല കാരണം എന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മളുടെ ഈ കയറ്റുമതിയെയൊക്കെ കൂടുതൽ ബാധിച്ചിട്ടുള്ള ഒരു അവസ്ഥയിൽ ഇന്ത്യൻ എക്സ്പോർട്ടേഴ്സിന് അവരുടെ ഉൽപ്പന്നങ്ങൾക്ക് മറ്റ് വിപണി കണ്ടെത്തുക എന്നുള്ള എളുപ്പമുള്ളൊരു കാര്യമല്ല. പെട്ടെന്ന് മറ്റ് വിപണിയിലേക്ക് നമുക്ക് എക്സ്പോർട്ട് ചെയ്യാൻ സാധിക്കത്തില്ല. അപ്പോൾ തീർച്ചയായിട്ടും ഈ അധികമായിട്ട് ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങളൊക്കെ തന്നെ അതിൻ്റെ ഒരു ആം, പരിധി കുറേയെങ്കിലുമൊക്കെ നമ്മുടെ ആഭ്യന്തര വിപണിയിൽ വിറ്റഴിക്കേണ്ടി വരും. വിറ്റഴിക്കാനുള്ള സമ്മർദ്ദം എക്സ്പോർട്ടേഴ്സിൻ്റെ മുകളിലുണ്ടാകും. അപ്പോൾ തീർച്ചയായിട്ടും അത് ഡൊമസ്റ്റിക് കൺസംഷന് ആയിട്ട് ബന്ധപ്പെട്ടതായതുകൊണ്ട് ഡൊമസ്റ്റിക് കൺസംഷനെ ബൂസ്റ്റ് ചെയ്യാൻ ഈ ടാക്സിനകത്തിൽ നികുതിയുടെ ഘടനത്തിലൊക്കെ മാറ്റം ഉണ്ടാക്കുക എന്നുള്ളത് ഗവൺമെൻറ്റിനെ സംബന്ധിച്ച് ഏറ്റവും പരിഗണന അർഹിക്കുന്ന ഒരു വിഷയമായതുകൊണ്ടാണ് ഇപ്പോൾ അവർ ഇതിനെ തയ്യാറായതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ ഇത് പെട്ടെന്ന് അവർ GST ആദ്യമായി ഇൻട്രൊഡ്യൂസ് ചെയ്ത പോലെ തന്നെ പെട്ടെന്നാണ് ഈ പരിഷ്കാരവും ഉണ്ടാക്കിയെടുത്തത്, അല്ലെങ്കിൽ അവർ അതിനുവേണ്ടി ഉള്ള തീരുമാനമെടുത്തത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അപ്പോൾ ഈ ഇളവുകളൊക്കെ വന്നതോടുകൂടി, അതായത് 18ഉം പിന്നെ 28% ടാക്സ് സ്ലാബ് എടുത്ത് കളഞ്ഞതുകൊണ്ട് ഒട്ടുമിക്ക നിത്യ ഉപയോഗ സാധനങ്ങൾ, അതായത് സാധാരണ ജനങ്ങൾ അല്ല, ഒട്ടുമിക്ക എല്ലാ ജനങ്ങളും ഉപയോഗിക്കുന്ന നിത്യോപയോഗ സാധനങ്ങൾക്കെല്ലാം തന്നെ വില കുറയാനുള്ള സാധ്യത ഉണ്ട്. പാല്, പനീർ, ചപ്പാത്തി, റൊട്ടി ഇതൊക്കെ തന്നെ ജനങ്ങളുടെ ജീവിതമായിട്ട് വളരെ ഇല്ലേ, അവരുടെ ഡെയിലി ലൈഫ്, നമ്മുടെ ഡെയിലി ലൈഫുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. അപ്പോൾ ഈ പറഞ്ഞ ഐറ്റംസിനൊന്നും തന്നെ GST ഉണ്ടാകില്ല. അത് ജനങ്ങൾക്ക് തീർച്ചയായിട്ടും അതൊരു എന്താണ് പറയുക, ആശ്വാസകരമായിട്ടുള്ള കാര്യം തന്നെയാണ്.
അതുപോലെ തന്നെ ഈ ചില 32 ഇഞ്ച് ടി വി, അതിന് താഴെയുള്ള 32 ഇഞ്ചിന് താഴെയുള്ള ടി വി, 1200 cc താഴെയുള്ള കാറുകൾ, ഇവയ്ക്കൊക്കെ തന്നെ വില കുറയും. അപ്പോൾ ഇതൊക്കെ സാധാരണക്കാരെ മിഡിൽ ക്ലാസ്സിനെയൊക്കെ സംബന്ധിച്ച് അവർക്കും ഒരു ആശ്വാസകരമായിട്ടുള്ള കാര്യമാണ്. 350 cc താഴെയുള്ള ബൈക്കുകളുടെ GST 18% കുറച്ചിട്ടുണ്ട്. നേരത്തെ 28% അത് 18% അപ്പോൾ മിഡിൽ ക്ലാസ്സിനെ പരിഗണിച്ചിട്ടുണ്ട് പല മേഖലകളിൽ. ബാക്കി നമുക്കറിയാം, നിത്യോപയോഗ സാധനങ്ങളാകുമ്പോൾ അത് എല്ലാ ജനങ്ങളുടെയും ജീവിതത്തെ ഒരുപോലെ ബാധിക്കുന്ന കാര്യമാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഈ ടാക്സ് സ്ലാബിൻ്റെ മാറ്റങ്ങൾ അല്ലെങ്കിൽ നികുതി ഘടനയിൽ നിലനിന്ന ഘടനയിലുള്ള മാറ്റങ്ങളൊക്കെ തന്നെ നമ്മുടെ ആഭ്യന്തര ആഭ്യന്തരമായിട്ടുള്ള നമ്മുടെ ഡൊമസ്റ്റിക് എക്കോണമിയെ കൂടുതൽ എന്താണ് പറയുന്നത് വളർച്ചയുടെ പാതയിലേക്ക് നയിക്കുവാൻ സാധിക്കും എന്നുള്ള പ്രതീക്ഷയാണ് ഇപ്പോൾ നിലനിൽക്കുന്നത്. പക്ഷേ ഇപ്പോൾ നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല. കാരണം ഉണ്ടാകുന്ന മാറ്റങ്ങളെ നമുക്ക് അല്പം കൂടെ കഴിഞ്ഞിട്ട് മാത്രമേ നമുക്കതിനെ കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കുവാനും അതിനെക്കുറിച്ച് നമുക്ക് സംസാരിക്കാനും കഴിയും. എന്നാലും നമുക്ക് പൊതുവെ ഒരു ജനറലി അക്സെപ്റ്റഡ് പ്രിൻസിപ്പിൾ വെച്ചിട്ട് നമുക്ക് പറയാൻ പറ്റും, ജനങ്ങളുടെ ക്രയവിക്രയശേഷി കൂടുക എന്നുള്ളത് ഏത് എക്കോണമിക്കും അതൊരു എന്താണ് പറയുന്നത് ഉണർവേകുന്നതായിരിക്കും. അപ്പോൾ ഇന്ത്യ പ്രത്യേകിച്ച് ഡൊമസ്റ്റിക് കൺസംഷനെ ബേസ് ചെയ്ത് റൺ ചെയ്യുന്ന ഒരു എക്കോണമി ആയതുകൊണ്ട് ഇത് വളരെ പ്രധാനപ്പെട്ടൊരു സമയവും അല്ലെങ്കിൽ അവസ്ഥാവിശേഷമാണ്. നമുക്കങ്ങനെ അതിനെ കാണുവാനും മനസ്സിലാക്കുവാനും സാധിക്കത്തുള്ളൂ. കുടുംബങ്ങൾക്ക് ആശ്വാസം എന്ന് പറയുമ്പോൾ GST അല്ലെങ്കിൽ ഇവിടെ നിലനിൽക്കുന്ന ടാക്സ് എപ്പോഴും ജനങ്ങളെ സംബന്ധിച്ചൊരു എന്താണ് പറയുന്നത് ഒരു വലിയൊരു ഭീഷണി അല്ലെങ്കിൽ വലിയൊരു ആശങ്ക ആണ്. കാരണം നമ്മൾ നേരത്തെ പറഞ്ഞാണ്, കാരണം അവരുടെ കയ്യിൽ കിട്ടുന്ന വരുമാനത്തെ നല്ലൊരു ശതമാനം കാർന്നു തിന്നുന്ന ഒരു വ്യവസ്ഥ പറഞ്ഞ ടാക്സാണ്. അപ്പോൾ ഗവൺമെൻറ്റിന് ടാക്സ് ഇല്ലാതെ റൺ ചെയ്യാൻ പറ്റത്തില്ല. ഇത്രയും വരുമാനം ഗവൺമെൻറ്റിന് ലഭിക്കുന്നത് ടാക്സേഷൻ കൂടാണ്. എന്നിട്ടും ഗവൺമെൻറ് പറയുന്നത്, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഇൻഡയറക്റ്റ് ടാക്സ് GST വിഷയമല്ല. കാരണം അതെല്ലാവരും കൊടുത്തേ മതിയാകൂ, നമ്മൾ നേരിട്ടല്ലെങ്കിൽ തന്നെയും. കാരണം നമ്മൾ മേടിക്കുന്ന സാധനങ്ങളിലും സേവനങ്ങളിലും എല്ലാം അതിൻ്റെ ഒരു അംശം ഇല്ല, ടാക്സ് ഉൾപ്പെട്ടിട്ടുള്ളതുകൊണ്ട് ആരും നേരിട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല. പക്ഷേ ഡയറക്റ്റ് ടാക്സ് എന്ന് പറഞ്ഞാൽ അങ്ങനല്ല. നമുക്കറിയാം, പ്രത്യക്ഷ നികുതി, ഇത് പരോക്ഷ നികുതി എന്നുള്ള വ്യത്യാസം. എന്നാലും ജനങ്ങളുടെ ജീവിതത്തെ വളരെ പ്രതികൂലമായി ബാധിക്കുന്ന വലിയൊരു കാര്യമാണ് ടാക്സ് എന്ന് പറയുന്നത്. അതിവിടെ മാത്രമല്ല, ഏത് രാജ്യത്ത് നമ്മൾ പോയി കഴിഞ്ഞാലും ഒട്ടുമിക്ക എല്ലാ രാജ്യങ്ങളിലും ടാക്സ് ഉണ്ട്. ടാക്സ് ഒരിടത്തും കുറവ് ഉള്ളതായിട്ട് നമുക്കറിയില്ല. എല്ലായിടത്തും നല്ല ടാക്സേഷൻ റേറ്റ് തന്നെയാണുള്ളത്. കാരണം ഗവൺമെൻറ് നികുതിയിൽ നിന്നും വരുമാനം ഉണ്ടാക്കുക എന്നുള്ള ഗവൺമെൻറ് വലിയൊരു അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഹോബിയാണ്. അപ്പോൾ ഈ GSTയിലൂടെ പരിഷ്കാരങ്ങൾ, റിഫോംസ് കൊണ്ടുവന്നത് സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളുടെയും കുടുംബങ്ങളുടെയൊക്കെ ജീവിതത്തിൽ, അവരുടെ ജീവിത ബജറ്റ്, കുടുംബ ബജറ്റിലൊക്കെ വളരെ ക്രിട്ടിക്കലായിട്ടുള്ളൊരു സ്വാധീനം ഉണ്ടാക്കിയെടുക്കുവാൻ കഴിയും എന്നാണ് പറയുന്നത്. അവശ്യ സാധനങ്ങളുടെ വില കുറയുമെന്നുള്ള പ്രതീക്ഷയുണ്ട്. അത് ഇടത്തരക്കാരുടെയും സാധാരണക്കാരുടെയും മിഡിൽ ക്ലാസിൻ്റെയും അതുപോലെ തന്നെ കോമൺ പീപ്പിളിൻ്റെയൊക്കെ തന്നെ ജീവിതത്തിലെ കൂടുതൽ എന്താണ് പറയുന്നത് അവർക്ക് കൂടുതൽ സ്പെൻഡ് ചെയ്യാനോ അല്ലെങ്കിൽ അവർക്ക് കൂടുതൽ സേവ് ചെയ്യാനൊക്കെ സാധിക്കും എന്നുള്ള പ്രതീക്ഷ വെച്ച് പ്രവർത്തിക്കുന്നതാണ് ഇപ്പം ഇങ്ങനൊരു റിഫോം അവർ കൊണ്ടുവന്നിരിക്കുന്നത്. കുറഞ്ഞ വിലയ്ക്ക് സാധനങ്ങൾ കിട്ടുന്നു എന്നുള്ള ഒരു അവസ്ഥ വരും. അതുകൊണ്ട് വിൽപ്പന വർദ്ധിക്കും, കച്ചവടങ്ങൾ പൊടി പൊടിക്കും. അതുകൊണ്ട് എക്കോണമിക്ക് ഒരു പുത്തൻ ഉണർവ് അല്ലെങ്കിൽ ഒരു ഉത്തേജനം ലഭിക്കും. കമ്പനികൾക്കും അത് കൂടുതൽ ലാഭകരമായിട്ടുള്ള അവസ്ഥകളിലൊക്കെ അവർക്ക് മുന്നേറാൻ സാധിക്കും എന്നുള്ള ഒരു പ്രതീക്ഷ, എക്സ്പെക്റ്റേഷൻ ഉണ്ട്. കൺസ്യൂമേഴ്സിനും ഉപഭോക്താക്കൾക്കും എല്ലാം അത് പ്രയോജനകരമായിരിക്കും എന്നാണ് പറയുന്നത്. സിമെൻറ്റിൻ്റെയൊക്കെ നികുതി 5% കുറച്ചത് നിർമ്മാണ മേഖലയെ സംബന്ധിച്ച് കൺസ്ട്രക്ഷൻ ഇൻഡസ്ട്രി സെക്ടറിനെയൊക്കെ കൂടുതൽ അവരെ വളർച്ചയിലേക്ക് നയിക്കുന്ന ഒരു ഘടകമായിരിക്കും. ഈ ഹൗസിംഗ് ആയിട്ട് ബന്ധപ്പെട്ട ഭവന നിർമ്മാണ മേഖലയൊക്കെ തന്നെ കൂടുതൽ വളരാനുള്ള സാധ്യത, അല്ലെങ്കിൽ അവർക്ക് കൂടുതൽ വളർച്ച കൈവരിക്കാനുള്ള സാധ്യത. കാരണം സിമെൻ്റ് നമ്മുടെ ഇൻഫ്രാസ്ട്രക്ചറുമായി ബന്ധപ്പെടുമ്പോൾ, ഹൗസിംഗ് കൺസ്ട്രക്ഷൻ ആയാലും മറ്റുള്ള ഇൻഫ്രാസ്ട്രക്ചറൊക്കെ തന്നെ നമ്മൾ പരിഗണിക്കുമ്പോൾ സിമെൻറ്റ്, സ്റ്റീൽ ഇതുപോലുള്ള മേജർ റോ മെറ്റീരിയൽസിൻ്റെയൊക്കെ ടാക്സേഷനകത്ത് കുറവ് വരുമ്പോൾ ഈ മേഖലയൊക്കെ തന്നെ കൂടുതൽ ഉണർവേകുന്ന ഒരു നയം മാറ്റമായിരിക്കും അതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതുപോലെ തന്നെ കാറിൻ്റെ വിൽപ്പനകളൊക്കെ തന്നെ ഈ പറഞ്ഞ ചെറിയ കാറുകളൊക്കെ നേരത്തെ 28% ഇപ്പം GST അത് 18%-ത്തിലൊക്കെ കുറച്ചിട്ടുണ്ട്. 10 ലക്ഷം രൂപ വിലയുള്ള കാറിന് 2.8 ലക്ഷം രൂപ GSTയും ചേർത്ത് 12.8 ലക്ഷം രൂപ നൽകിക്കൊണ്ടിരിക്കുകയായിരുന്നു നമ്മളുടെ നിലവിലെ അവസ്ഥയിൽ. ഇനി അത് 11.8 ലക്ഷം കൊടുത്താൽ മതിയാകും. ഇതൊരു റഫായിട്ടുള്ള എസ്റ്റിമേറ്റാണ്. കൃത്യമായിട്ടുള്ളൊരു എന്താണ് പറയുന്നത് കൃത്യമായിട്ടുള്ളൊരു
ഡേറ്റയാണിത്. അതുകൊണ്ട് തന്നെ ഒരു സാധാരണക്കാരനെ സംബന്ധിച്ച്, ഒരു മിഡിൽ ക്ലാസ് പീപ്പിളിനെയൊക്കെ സംബന്ധിച്ച് അവർക്ക് 1 ലക്ഷം രൂപയ്ക്ക് മുകളിൽ സേവ് ചെയ്യാൻ, അല്ലെങ്കിൽ അവർക്ക് ലാഭം ഉണ്ടാകും, ലാഭം കിട്ടും എന്നുള്ള, അത് അവരുടെ ക്രയവിക്രയശേഷി, അവർക്ക് ആ മണി ഒന്നുകിൽ സേവ് ചെയ്യാനോ ഇൻവെസ്റ്റ് ചെയ്യാനോ അല്ലെങ്കിൽ മറ്റ് കാര്യങ്ങൾക്ക് വേണ്ടി സ്പെൻഡ് ചെയ്യാനൊക്കെ തന്നെ അവർക്ക് സാധിക്കും. അപ്പോൾ ഈ ഇടത്തരക്കാരുടെയും സാധാരണക്കാരൻ്റെയൊക്കെ വാങ്ങൽ ശേഷി, അത് പർച്ചേസിംഗ് പവറിനെ സ്വാധീനിക്കാൻ ഈ പുതിയ പരിഷ്കാരത്തിൽ കൂടെ സാധിക്കുമെന്ന് ഈ വ്യത്യസ്തമായിട്ടുള്ള സെക്ടറിൽ, അതായത് കാർ നിർമ്മാതാക്കളുടെ ആയാലും ശരി, മറ്റ് മേഖലകളിലുള്ള വ്യവസായ ഇൻഡസ്ട്രിയൽ സെക്ടറുകൾക്കൊക്കെ തന്നെ പ്രതീക്ഷയുള്ളത് കൊണ്ട് തീർച്ചയായിട്ടും നമ്മുടെ എക്കോണമി ഇപ്പോൾ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം ഈ ടാരിഫ് അല്ലെങ്കിൽ മറ്റു രീതിയിലുള്ള സാമ്പത്തിക സമ്മർദ്ദങ്ങൾ വിദേശ രാജ്യങ്ങളിൽ നിന്നും, അതുപോലെ തന്നെ ഇപ്പം ചൈനയായിട്ടുള്ള കാര്യങ്ങളിലായാലും ശരി, നമുക്കറിയാം ചൈന ഉൽപ്പന്നങ്ങളൊക്കെ ഇന്ത്യയിൽ വന്ന് കുമിഞ്ഞുകൂടുന്ന ഒരു കാഴ്ച നമ്മൾ ദശാബ്ദങ്ങളായിട്ട് കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പം നമ്മുടെ സമ്പദ് വ്യവസ്ഥയിൽ, ആഭ്യന്തരമായിട്ടുള്ള സമ്പദ് വ്യവസ്ഥയിൽ നമുക്ക് ഉൽപ്പാദനം കൂട്ടുവാനും അത് നമ്മുടെ ആഭ്യന്തര വിപണിയിൽ തന്നെ കൂടുതൽ വിറ്റഴിക്കാനും സാധിച്ചു കഴിഞ്ഞാൽ നമുക്കിതുപോലുള്ള പ്രശ്നങ്ങളെ, ശരിക്കും പറഞ്ഞാൽ ഇന്ത്യയിലെ ഈ ആഗോള ഗ്ലോബൽ റിസഷനൊക്കെ ഉണ്ടാകുമ്പോൾ ഇന്ത്യ പോലുള്ള രാജ്യം ശരിക്കും അതിനെ പ്രതിരോധിക്കുന്ന എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമുക്കതിനെ പ്രതിരോധിക്കാൻ, അല്ലെങ്കിൽ നമുക്കതിനെ കൂടുതൽ സക്സസ്ഫുൾ, മറ്റു രാജ്യങ്ങൾ തകർന്നടിയുന്നത് പോലെ ഇന്ത്യക്ക് അങ്ങനെയുള്ള വലിയ പരിക്കുകളൊന്നും ഉണ്ടാകാത്തതിന് കാരണം ഇന്ത്യ ഒരു എക്സ്പോർട്ട് ഓറിയൻറ്റഡ് അല്ലെങ്കിൽ എക്സ്പോർട്ട് എക്കോണമി അല്ലാത്തതുകൊണ്ടും, ആഭ്യന്തര വിപണി എന്ന് പറയുന്ന എന്താണ് നമ്മുടെ ഡൊമസ്റ്റിക് ആയിട്ടുള്ള കൺസംഷനെ ബേസ് ചെയ്ത് നമ്മൾ റൺ ചെയ്യുന്ന ഒരു എക്കോണമി ഏറെക്കുറെ, എക്സ്പോർട്ട് ഇല്ലെന്നല്ല പറയുന്നത്, നമ്മൾ എക്സ്പോർട്ട് ഇപ്പം ചൈനയെ പോലെ, ജപ്പാനെ പോലെ, അല്ലെങ്കിൽ സൗത്ത് കൊറിയ, തായ്വാൻ ഇതുപോലുള്ള, വിയറ്റ്നാം ഇതുപോലുള്ള രാജ്യങ്ങളെപ്പോലെ നമ്മളൊരു എക്സ്പോർട്ട് ഓറിയൻറ്റഡ് എക്കോണമിയല്ല. നമ്മൾ ആഭ്യന്തര ഉൽപ്പാദനവും ആഭ്യന്തര ഉപഭോഗവും അതിനെ അടിസ്ഥാനമാക്കി റൺ ചെയ്യുന്ന ഒരു എക്കോണമി ആയതുകൊണ്ട് ഗ്ലോബൽ റിസഷനൊക്കെ ഉണ്ടായാൽ തന്നെ നമുക്ക് വലിയ പരിക്കുകളില്ലാതെ നമുക്ക് രക്ഷപ്പെട്ടുകൊണ്ടിരുന്ന അതുകൊണ്ടാണ്. അപ്പോൾ അത് തീർച്ചയായിട്ടും ഇന്ത്യയുടെ ഒരു പ്രത്യേകതയാണ്. ഇന്ത്യയുടെ എക്കോണമിയുടെ ആ ഒരു മോഡൽ, ഗ്രോത്തിൻ്റെ മോഡൽ അങ്ങനെയാണ്. അതുകൊണ്ട് നമുക്ക് തീർച്ചയായിട്ടും ഇതൊരു ഗുണകരമായിട്ടുള്ള അവസ്ഥയാണ്. അപ്പോൾ നമ്മളെ സംബന്ധിച്ച് നമ്മുടെ എക്കോണമിയുടെ വളർച്ചയ്ക്ക് അത് തീർച്ചയായിട്ടും മതിയാകും എന്നുള്ള വിലയിരുത്തലുകളും പല, എന്താ പറയുന്നത്, എക്സ്പേർട്ടിൻ്റെ ഭാഗത്തു നിന്നുണ്ട്. പക്ഷേ എന്നാലും നമുക്ക് ഒരു എക്സ്പോർട്ട് എക്കോണമിയും കൂടെ ആകേണ്ട ആവശ്യകതകളുണ്ട് നമുക്ക്. കാരണം ഫോറിൻ കറൻസിയൊക്കെ നമുക്ക് ഉണ്ടാകുക എന്നുള്ള ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്, ഇല്ലേ? കാരണം നമ്മുടെ എക്സ്പോർട്ട് വർദ്ധിച്ചാൽ മാത്രമേ നമുക്ക് ഫോറിൻ കറൻസി, ഡോളർ അല്ലെങ്കിൽ അതുപോലുള്ള ഫോറിൻ കറൻസികൾ നമുക്ക് ലഭിക്കത്തുള്ളൂ. അത് നമ്മുടെ രാജ്യത്തിൻ്റെ പ്രധാനപ്പെട്ട, ഇപ്പോൾ ഉദാഹരണത്തിന് നമുക്ക് ഈ ക്രിട്ടിക്കലായിട്ടുള്ള നമ്മുടെ എനർജി, ഓയിൽ, ക്രൂഡ് ഓയിലൊക്കെ നമുക്ക് വാങ്ങിക്കണമെങ്കിൽ തീർച്ചയായിട്ടും ഫോറിൻ കറൻസി അല്ലെങ്കിൽ ഫോറിൻ മണി നമ്മുടെ കയ്യിലുണ്ടാണ്. അത് നമ്മുടെ എക്സ്പോർട്ടിനെ നമുക്ക് വർദ്ധിപ്പിച്ചാൽ മാത്രമേ ഈ ഫോറിൻ കറൻസി നമുക്ക് ലഭിക്കത്തുള്ളൂ. അതൊരു രാജ്യത്തിൻ്റെ സേഫ്റ്റിയുടെ അല്ലെങ്കിൽ കുഷ്യൻ്റെ പ്രശ്നമാണ്. അപ്പോൾ നമുക്ക് ആഭ്യന്തരമായിട്ടുള്ള വിപണിയും ആഭ്യന്തരമായിട്ടുള്ള ഉൽപ്പാദനവും ഉപഭോഗവും ഒക്കെ തന്നെ വളരെ പ്രധാനപ്പെട്ടതാണ്. എന്നിരുന്നാലും നമുക്ക് ഒരു എക്സ്പോർട്ട് ഓറിയൻറ്റഡ് എക്കോണമി ആകുക എന്നുള്ളതും അറ്റ് ദ സെയിം ടൈം അതോടൊപ്പം തന്നെ പ്രാധാന്യമുള്ളൊരു കാര്യമാണ്. അപ്പോൾ നമുക്ക് ഈ GSTയിലെ പുതിയ റിഫോം സെപ്റ്റംബർ 22 മുതൽ പ്രാബല്യത്തിൽ വരും. അത് രാജ്യത്തുണ്ടാക്കാൻ പോകുന്ന മാറ്റങ്ങൾ എന്താണെന്ന് നമുക്ക് പിന്നീട് അതിൻ്റെ പ്രത്യാഘാതങ്ങൾ അതിൻ്റെ, എന്താ പറയുക, കോൺസിക്വൻസ്, പോസിറ്റീവായാലും നെഗറ്റീവായാലും എന്താണെന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണുകയും അതിനെ വരുന്ന സാഹചര്യം അനുസരിച്ച് നമുക്കതിനെ വിലയിരുത്തുകയും ചെയ്യാൻ കഴിയും. ഇപ്പോൾ നമുക്ക് ഇത്രയും നമുക്ക് ഈ ടോപ്പിക്കിനെ കുറിച്ച് പറയാൻ പറ്റത്തുള്ളൂ. ഇപ്പോൾ നമുക്ക് ഇതിനെക്കുറിച്ച് തിയറട്ടിക്കലായിട്ട് മാത്രമേ നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ. തിയറട്ടിക്കലായിട്ട്, അല്ലെങ്കിൽ പ്രിൻസിപ്പിൾ ബേസ്ഡ്, ഇന്നവർക്ക് ഒക്കെയുള്ള റിഫോംസ് ഉണ്ടായിക്കഴിഞ്ഞാൽ ഇന്ന മാറ്റങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്, ഇന്ന പ്രതീക്ഷകൾ നമുക്കുണ്ടാകാം എന്നൊക്കെ നമുക്ക് പറയാൻ പറ്റും. കാരണം ടാക്സ് കുറച്ച് കഴിഞ്ഞാൽ ജനങ്ങളുടെ പർച്ചേസിംഗ് പവർ കൂടും. അതുകൊണ്ട് അവർക്ക് കൂടുതൽ സ്പെൻഡ് ചെയ്യാനും കൺസ്യൂം ചെയ്യാനുള്ള സാധ്യതയുള്ളതുകൊണ്ട് പൊതുവെ ആഭ്യന്തരമായിട്ടുള്ള വിപണിയിൽ കൂടുതൽ ഉണർവും അല്ലെങ്കിൽ അതിനൊരു ബൂസ്റ്റിങ്ങും ഒക്കെ ലഭിക്കും. കച്ചവടക്കാർക്ക് കൂടുതൽ അവർക്ക് വിൽപ്പന നടത്തുവാനും അവരുടെ ലാഭം കൂട്ടുവാനും, അങ്ങനെ ബിസിനസ്സുകളും സമ്പദ് വ്യവസ്ഥയ്ക്കൊക്കെ ഒരു വളർച്ച ഉണ്ടാകും എന്നുള്ളൊരു അസസ്മെൻറ്റ് മാത്രമേ നമുക്കിപ്പോൾ പറയാൻ പറ്റത്തുള്ളൂ. അല്ലെങ്കിൽ അങ്ങനെ ഒരു എക്സ്പെക്റ്റേഷനെ നിലനിർത്തിക്കൊണ്ട് മാത്രമേ നമുക്ക് ഈ ടോപ്പിക്കിനെ ഇപ്പോൾ ഇവിടെ ചർച്ച ചെയ്യാൻ സാധിക്കത്തുള്ളൂ. അപ്പോൾ ഇതുവരെ ബന്ധപ്പെട്ട റിയാലിറ്റീസ് നമുക്ക് ഇനിയും അതിനെ മുമ്പോട്ട് പോകുന്ന നമ്മുടെ ആ ഒരു സാഹചര്യങ്ങൾക്കനുസരിച്ച് നമുക്ക് അതിനെ ചർച്ച ചെയ്യുകയും മനസ്സിലാക്കുകയും ചെയ്യാൻ കഴിയും. അപ്പോൾ ഇത്രയും ടോപ്പിക്കുകൾ അവസാനിപ്പിക്കാം. ഏതായാലും ഇത് രാജ്യത്തിന് ഗുണകരമാകട്ടെ. ഇതുപോലുള്ള റിഫോംസ്, പ്രത്യേകിച്ച് ടാക്സേഷനുമായിട്ട് ബന്ധപ്പെട്ട റിഫോംസ് നമുക്ക് വളരെ അത്യാവശ്യമാണ്. കാരണം മാറുന്ന ലോകത്ത് നമുക്ക് അത്രയും, എന്താണ് പറയുന്നത്, വളരെ
മാറുന്ന ലോകമാണ്. നമ്മളുടെ എക്കോണമി, സമ്പദ് വ്യവസ്ഥ വളർന്നുകൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ അതിനനുസരിച്ചുള്ള മാറ്റങ്ങൾ, ആധുനിക ലോകത്തിനനുസരിച്ചുള്ള മാറ്റങ്ങൾ നമ്മൾ തീർച്ചയായിട്ടും ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത് നമ്മളുടെ രാജ്യത്തിനെ കൂടുതൽ മുന്നോട്ട് ഒരു നയിക്കാൻ അത് വളരെ അത്യാവശ്യമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഈ ടോപ്പിക്ക് ഇവിടെ അവസാനിപ്പിക്കുന്നു. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം.